Welcome to Sister's Kitchen. Hi friends, ഇന്ന് എത്തിയിട്ടുള്ളത് ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതേപോലത്തെ ഒരു തവിക്ക് 3 തവി ഗോതമ്പ് പൊടിയും 1 തവി അരിപ്പൊടി എടുക്കണം. ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാനും അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ ഇതും കുഴച്ചെടുക്കണം. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളക്. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 2-3 തണ്ട് മല്ലിയില, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. ഫൈനലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കാം. സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും ഓണിയനും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ വീതം പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാണ്. നമുക്കിനി ഹണിബീ ചിക്കനും ടോഫി ചിക്കനും ഉണ്ടാക്കാനുള്ള ഷേപ്പ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ നമുക്ക് കയ്യിലൊന്ന് തിരുമ്മി കൊടുക്കാം. അത് ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഹണിബീ ചിക്കന് വേണ്ടിയിട്ടുള്ള ഷേപ്പ് റെഡിയാക്കാം. അതിന് ഇതേപോലത്തെ പോർഷൻസ് എടുത്തിട്ട് ഇതേ ഷേപ്പിൽ ചെയ്തെടുക്കുക. ഹണിബീ ചിക്കന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വലിയ ഉരുളകൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കുന്നത് കേട്ടോ. ടോഫി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയ ഉരുളകൾ എടുത്തിട്ട് സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഹണിബീ ചിക്കൻ്റെ നേരെ പകുതി വലുപ്പം മതി ടോഫി ചിക്കന് വേണ്ടിയിട്ട് ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ. ഇത് കണ്ടില്ലേ, ഇത്രയും വലുപ്പം മതി. ഈ ഇരിക്കുന്ന മിക്സ് മുഴുവനും നമുക്കിനി ടോഫി ചിക്കനും അതുപോലെ ഹണിബീ ചിക്കനും ഉണ്ടാക്കാനുള്ള ഷേപ്പുകളാക്കിയിട്ട് എടുക്കണം. പകുതി ഞാൻ ടോഫി ചിക്കനും പകുതി ഞാൻ ഹണിബീ ചിക്കനും വേണ്ടിയിട്ടാണ് ഷേപ്പാക്കി എടുക്കുന്നത്. സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഷേപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ പോർഷൻ എടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് നല്ലപോലെ പരത്തിയെടുക്കുക. ഇച്ചിരി തിന്നായിട്ട് നല്ല വൈഡായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ റൗണ്ടിലുള്ള ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ട് ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. മാറ്റിയെടുത്തിട്ട് നമുക്കിനി ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഷേപ്പ് ചെയ്ത് വെച്ച ഉരുള എടുത്തിട്ട് ഇതിനകത്ത് വെക്കാം. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക 2 സൈഡിൽ നിന്നും. അതിനുശേഷം അറ്റം രണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ടോഫിയുടെ ഷേപ്പിലായില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ റൗണ്ടുകൾ വേറെ റൗണ്ടുകളും പരത്തിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് മുഴുവനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടോഫി ഷേപ്പിലുള്ള ഉരുളകൾ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹണിബീ ചിക്കൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മാവിൻ്റെ ഒരു പോർഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക തിന്നായിട്ട് തന്നെ. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത്രയും കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഹണിബീ ചിക്കൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹണിബീക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് എടുക്കുക. അതുപോലെ തന്നെ ഈ സ്ട്രിപ്പിൽ നിന്ന് ഒരു സ്ട്രിപ്പ് അടർത്തിയെടുക്കുക. ഹണിബീ ചിക്കന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ സ്ട്രിപ്പ് ചുറ്റി കൊടുക്കുക.
ഇടയ്ക്ക് വെച്ച് സ്ട്രിപ്പ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിപ്പ് കൂടെ അതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് കണ്ടോ, അപ്പോൾ ഒരു ഹണി ബീയുടെ ഷേപ്പിലായിട്ടില്ലേ? അങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഹണി ബീ ചിക്കൻ്റെ മുഴുവൻ ഷേപ്പുകൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ മാവ് റെഡിയാക്കുമ്പോൾ നമുക്ക് മൈദ മാവ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിരിക്കും. ഗോതമ്പ് പൊടിക്ക് മൈദയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ ഹണി ബീ ഷേപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യേ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് ടോഫിയും ഹണി ബീ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ തേനീച്ച ചിക്കൻ അഥവാ ഹണി ബീ ചിക്കൻ ആദ്യം വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അടുത്ത് തന്നെ നിൽക്കുക, പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കുഞ്ഞുമോള് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് ചിലതൊക്കെ അധികം മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കുക, പെട്ടെന്ന് റെഡിയാവുന്നതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതേപോലത്തെ ഒരു ചെറിയ ബ്രൗൺ നിറം വരുമ്പോൾ തന്നെ നമ്മളത് മറിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൂത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. വറുക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പേപ്പർ ടവലിലേക്ക് മാറ്റാം കേട്ടോ. ഇതേപോലെ തന്നെ ഫുൾ ഹണിബീനെ വറുത്തെടുക്കുക. ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സോസ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഇനി നമുക്ക് ടോഫി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ ടോഫി ആയിട്ട് എണ്ണയിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതും ഹണിബീ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്ത് തന്നെ നിൽക്കണം. ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ മറിച്ചിടണം കേട്ടോ. രണ്ട് സൈഡും ചെറിയ ബ്രൗൺ, അതായത് പപ്സിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ചെറിയതായിട്ടൊരു മുരിഞ്ഞു വരില്ല, ആ ഒരു നിറം രണ്ട് സൈഡിലും വരുമ്പോൾ തന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇതേപോലത്തെ ഒരു കളർ വരുമ്പോൾ തന്നെ നമുക്ക് മറച്ചിട്ട് കൊടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പേപ്പർ ടൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ടോഫിയും ഹണി ബീ ചിക്കനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.